സിൻഡിക്കേറ്റ് യോഗം ചേരാനാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ ശിവപ്രസാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നു. യോഗം മാറ്റിവെക്കേണ്ടി വരുന്നത് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നും ഹർജിയിൽ അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, എന്താണ് ഈ ഹർജിയിൽ ആവശ്യം? KTUവിലെ വിഷയം എങ്ങനെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്? സൈഫുദ്ദീൻ, 9 പേരടങ്ങുന്ന സർവകലാശാലയുടെ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരണമെങ്കിൽ അതിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പേരെങ്കിലും കൃത്യമായി തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കണം. അപ്പോഴാണ് കോറം തികയുക. പക്ഷേ പ്രധാനപ്പെട്ട തസ്തികയിലുള്ള ആളുകൾ വിട്ടുനിൽക്കുന്നു. പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ഡയറക്ടർ, ഈ 3 പേരും സ്ഥിരമായി തന്നെ പല കാരണങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ കുറേയധികം യോഗങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് സർവകലാശാലയുടെ KTUവിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ 2025-26 വർഷത്തെ ബജറ്റ് പോലും പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാര്യം 1 രൂപ പോലും ഏതെങ്കിലും തരത്തിൽ കൃത്യമായി ബജറ്റിൽ അനുവദിക്കാതെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയില്ല. അത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തെ ബാധിക്കുന്നു. ഒപ്പം തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയുണ്ട്. ഒപ്പം തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ പോലും ഏത് സമയവും വിച്ഛേദിക്കപ്പെടാം. ആ രൂപത്തിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട്, താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ പോര് ഇപ്പോഴും തുടരുന്നത് കൊണ്ട് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗത്തെ അത് ബാധിക്കുന്നു. മാത്രമല്ല, സർവകലാശാലയുടെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഗുരുതരമായ രീതിയിൽ ഇത് വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത 13-ാം തീയതി ഒരു സിൻഡിക്കേറ്റ് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്, 66ാമത് സിൻഡിക്കേറ്റ് യോഗം. ആ യോഗത്തിൽ ഇവർ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കേണ്ട ഈ 3 പേരോടും കൃത്യമായി തന്നെ പങ്കെടുക്കാൻ കോടതി നിർദ്ദേശിക്കണം. കോടതി ആ വിഷയത്തിൽ ഇടപെടണം. മാത്രമല്ല, ഇങ്ങനെ മനഃപൂർവ്വം യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിക്കണം. തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ ഹർജി ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ച് പരിഗണിച്ചിരുന്നു. പക്ഷേ വ്യക്തിപരമായി ഇവർ തമ്മിൽ അറിയാവുന്നത് കൊണ്ട് അത് അങ്ങനെ പരിഗണിക്കൽ നിന്ന് ജസ്റ്റിസ് N നഗരേഷ് അത് മാറിപ്പോയി. ഇനി എന്തായാലും നാളെ മിക്കവാറും ഈ ഹർജി ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചേക്കാൻ. കാര്യം മറ്റന്നാളാണ് ഈ യോഗം നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഹൈക്കോടതിയിൽ നിന്നൊരു നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇന്നെന്തായാലും ആ ഹർജി മാറിപ്പോയിട്ടുണ്ട്. നഗരേഷിന്റെ ബെഞ്ച് അത് പരിഗണിക്കാതെ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബെഞ്ച് വീണ്ടും അത് പരിഗണിച്ച് മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ കൃത്യമായി തന്നെ ഇവർ പങ്കെടുക്കണമെന്ന നിർദ്ദേശം ഉണ്ടാകുമെന്നാണ് ഹർജിക്കാർ പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി മുജ്തബ.